ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല നാടൻ നറുനീണ്ടി സർബത്ത് ഉണ്ടാക്കാം. ചില സ്ഥലത്ത് നറുനീണ്ടി എന്ന് പറയും, ചില സ്ഥലത്ത് നന്നാറി എന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് അത് പറിക്കാൻ പോകാം. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് പറിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഉണങ്ങിയെടുത്തിട്ട് അത് സർബത്ത് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതുകൊണ്ട് ഒരു 2-3 റെസിപ്പി ഉണ്ട് നന്നാരി സർബത്ത് കൊണ്ട്. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ പറിക്കാൻ പോകാം. എൻ്റെ കസിൻസൊക്കെ കൂടിയിട്ടാണ് കേട്ടോ പറിക്കാൻ പോണത്. ഇതെൻ്റെ പപ്പയാണ്. പപ്പ പറഞ്ഞു കാട്ടിൽ കുറേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോവാമെന്ന് വെച്ചിരിക്കുകയാണ്. ഇതെൻ്റെ മോനും കസിൻ സിസ്റ്ററുമാണ് കേട്ടോ. ഇതെൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ പോണ വഴിക്ക് ഒരു പുളിമരം കണ്ടു. നമുക്ക് ആ പുളിമരത്തിൽ നിന്ന് പുളി പറിക്കാം. വാളൻ പുളിയുടെ പച്ചപ്പുളിയാണ് ഇതിൽ ഉള്ളത്. താഴെ കിടക്കുന്നത് നമുക്കൊരു 3-4 പറിച്ചെടുത്ത് തിന്നിട്ട് പോകാം. നല്ല പുളിയാട്ടാ. നമുക്കിനി അടുത്ത പുളിയുടെ ചോട്ടിലേക്ക് പോവാം. ഈ പുളീനെ ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചപ്പുളി എന്നാണ് പറയണത്. ഇതിൻ്റെ ഇല മീനിട്ട് മിക്സ് ചെയ്തിട്ട് ഇലയിൽ പണ്ടുള്ള ആൾക്കാരൊക്കെ ചുട്ടെടുക്കുമായിരുന്നു. നമുക്ക് ഈ പുളി വെറുതെ കഴിക്കാനും നല്ലതാണ്. അത് നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം. ഈ ഒരു ഏരിയ ഫുള്ള് ഈ ഇഞ്ചപ്പുളിയാണ് കേട്ടോ. നിറയെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിവിടെ ഇത്രയും പുളി പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, വെറുതെ കഴിക്കാനായിട്ട്. ഇത് വാളംപുളിയാണ്. ഇനി നമുക്ക് മുകളിലേക്ക് കയറി പോവാം. അവിടെയാണ് നമ്മൾ നന്നാരി പറിക്കാൻ പോണത്. അവിടെ പോണ വഴിക്ക് ആന്തമരമൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ആന്തങ്ങയുണ്ട്, പക്ഷെ ഒന്നും മൂത്തിട്ടില്ല. നിറയെ ഉണ്ടായി കിടക്കേണ്ട. ഒരു പകുതി മൂപ്പേ ആയിട്ടുള്ളൂ. ഇതാണ് കേട്ടോ നന്നാരിയുടെ ഇലയാണത്. ഇത് നമുക്ക് ഒരു പാര കൊണ്ട് കുത്തി അതിൻ്റെ വേരെടുക്കണം. ഇതാണ് നന്നാരിയുടെ ഇല. ഈ നാടൻ നന്നാരി ആയതുകൊണ്ട് അതിന് വണ്ണം കുറവായിരിക്കും, ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന നന്നാരി കുറച്ച് വണ്ണത്തിലുള്ളതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇടിച്ചിട്ടാലും നല്ലൊരു കളർ വരും. ഈ നന്നാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കളർ ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ഏകദേശം ഇത്ര വലിപ്പമൊക്കെയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ അതിൻ്റെ ചെടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലായിടത്തുനിന്നും കൂടിയിട്ട് കുത്തി എടുത്തിട്ട് പോയിട്ട് അത് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ഉണക്കാൻ വെക്കാം. ഇവിടെ നല്ല സുഖമാണ് കേട്ടോ നിൽക്കാൻ. നല്ല കാറ്റും നല്ല രസമുള്ള സ്ഥലമാണ്. 2 ദിവസം മുന്നേ മഴയൊന്ന് പെയ്തതുകൊണ്ട് പെട്ടെന്ന് മണ്ണിളക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ വേര് ഒത്തിരി താഴത്തേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇങ്ങനെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് നമുക്ക് പറിച്ചെടുക്കാനായിട്ട്. എടുക്കുന്ന നന്നാരിക്ക് നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു മണമാണ്. പക്ഷെ നമ്മൾ അത് തയ്യാറാക്കുമ്പോൾ അതിലൊരു 2-3 ടീസ്പൂൺ പഞ്ചസാര കരിച്ച് ചേർക്കണം. ക്യാരമലാക്കിയിട്ട് നമ്മൾ ചേർക്കണം. ഒരു കളറ് വേണ്ടെങ്കിൽ ഒരു നിർബന്ധവുമില്ല. സാധാരണ പോലെ പഞ്ചസാരയും ഇതും കൂടി തിളപ്പിച്ചിട്ട് നമ്മൾ ചൂടാറ്റി കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പം കിട്ടിയതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ, തീരെ ചെറുതല്ല. അത് ഇതും ഒരുവിധം വണ്ണമുള്ള ടൈപ്പാണ്. പക്ഷെ ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പകുതിയായിട്ട് അത് മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കണ്ട, ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം കഴുകി വാരി വെയിലത്ത് ഉണക്കിയതിന് ശേഷം കാണിക്കാം. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പം ഞാൻ ഈ നറുനീണ്ടി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതാണിത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും, ഫ്രിഡ്ജിലല്ല പുറത്ത് തന്നെ ഇരുന്നോളും. നന്നായിട്ട് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ പുറത്ത് ഇരുന്നോളും. നമുക്കിനി ഇതൊന്ന് ചെറിയ അമ്മിക്കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്താലാണ് അതിൻ്റെ സത്ത് മുഴുവൻ ഇളകി വരുള്ളൂ. ഞാനിപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഉണങ്ങിയ നന്നാരിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 ഗ്രാമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ചെറിയ നന്നാരി ആയതുകൊണ്ട്. പിന്നെ ഒരു 3/4 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പഞ്ചസാര ഒരു 3 ടീസ്പൂൺ എടുത്തിട്ട് നമുക്കൊന്ന് ക്യാരമലാക്കണം, കളർ കിട്ടാനായിട്ട്. പിന്നെ ഒരു 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിനൊരു വേവുണ്ട്. ഈ വെള്ളം നന്നായിട്ട് വെന്ത് വരണം. വെള്ളം വെന്തില്ലെങ്കിൽ പിന്നെ അതൊരു പുളിച്ച ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് നാൾ ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര കാരമൽ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് പഞ്ചസാര ഉരുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മൊത്തത്തിലൊരു കളറ് മാറി കഴിയുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് കളറ് മാറി വരുന്നുണ്ട്. ഒന്നെല്ലാം കൂടി ഒന്ന് നടുഭാഗത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഉരുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, അടിയിൽ പിടിക്കാതെ നോക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കളർ എത്ര വേണോ അതിനനുസരിച്ച് നമ്മൾ കരിയിച്ചെടുക്കണം. അപ്പോൾ കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ കട്ടകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടകളെല്ലാം അലിഞ്ഞു പൊക്കോളും. ഉണ്ടായത് ഇങ്ങനെ ഒരു ചെറിയൊരു കട്ട വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും ആ കട്ടയെല്ലാം ഇതിലേക്ക് അലിഞ്ഞു ചേർന്നോളും. ഇതിൽ കട്ട ഒരു പകുതി മുക്കാലോളം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. കുറച്ചും കൂടി വറ്റിച്ചെടുക്കാനുണ്ട്. ഇതൊക്കെ പാകത്തിന് വെള്ളം വറ്റി അതിൻ്റെ പഞ്ചസാരയൊക്കെ അലിഞ്ഞു ചേർന്ന് നല്ലൊരു കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗളിടെ നമുക്കിനി അതിലേക്ക് പഞ്ചസാരയും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കാരമലാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ സർബത്തിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന നറുനീണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വെള്ളം നന്നായിട്ട് വെന്ത് വരണം, അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ ഒരു പുളിപ്പ് വരും. അപ്പോൾ ഒരുവിധം കൊഴുപ്പായിട്ട് വരും ഇത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ട് വറ്റി വന്നതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം അരിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കണ്ടോ, നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു
വെച്ചിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ആവി വെള്ളം വീഴാതിരിക്കാനായിട്ടാണ് കൊട്ട വെച്ച് മൂടി വയ്ക്കുന്നത്. ഇപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കണം. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളാണ്, വെള്ളത്തിൻ്റെ ഒന്നും അംശമില്ല. നമുക്കിനി അതിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സർബത്ത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് അരമുറി നാരങ്ങ ജ്യൂസ് ഒഴിച്ച് ഈ സർബത്ത് ഒഴിച്ച് അത് നിറച്ച് വെള്ളം ഒഴിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സർബത്ത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ സർബത്ത് വെച്ചിട്ട് വേറെ റെസിപ്പികളുണ്ട്. അപ്പോൾ നമുക്കത് വരുന്ന എപ്പിസോഡിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.